അന്വേഷിച്ചു വരാനുള്ള ഇട ഉണ്ടാവില്ല. തൽക്കാലം ആ ഒരു വാക്ക് പോരെ? ആ മതി. എന്റെ ചോദ്യം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. രാത്രി യാത്ര നല്ലതിനല്ലാന്നൊരു ചൊല്ലുണ്ട്. ഇരുട്ടിൽ പെട്ടുപോയാൽ പിന്നെ എളുപ്പത്തിൽ തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. ചിന്നു, എന്താ? ഒന്നുമില്ല. ഔട്ടോസിനോട് വെയിറ്റ് ചെയ്യേ. ഇതന്നല്ലേ നേരത്തെയും പറഞ്ഞേ. ഇയാൾക്ക് ശരിക്കും മറവി രോഗം തുടങ്ങിയെന്നാ തോന്നുന്നു. ആന്റിയോട് വരാൻ പറയണ്ടായിരുന്നു. ചിന്നുമായിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും മധുരമേറിയതായിരുന്നു. ആ അവസരം ഞാനായിട്ട് തന്നെ നശിപ്പിച്ചു. കുഞ്ഞോളെ, എന്തായി? എല്ലാം ഓക്കെ. ഇപ്പോഴത്തെ ഈ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ സെറ്റ്. ഇന്നത്തോടെ ശിവദാസൻ എന്ന മരണം പരലോകത്തേക്ക് യാത്രയാവും. ആ നേഴ്സ് പെണ്ണും ചെറുക്കനും ഉണ്ടല്ലോ, അവർ ജീവൻ കളഞ്ഞു നിൽക്കും. അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് 2 ജീവിതങ്ങളാ. ഭദ്രേട്ടൻ പറയുന്നതൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അത് വീട് കുഞ്ഞോളെ, അത് വേറൊരു കഥ. ആശുപത്രിയിൽ കിടന്ന് ജീവൻ പോകുന്നത് കൊണ്ട് കൊലപാതകമാണെന്ന് ആർക്കും സംശയം തോന്നില്ല. പിന്നൊരു പക്ഷേ അങ്ങനെ തോന്നിയാൽ തന്നെ അതിന്റെ വഴിയും ജയിലുകാരെ ഏറ്റെടുത്തോളൂ. ഞാൻ അന്വേഷിച്ചറിഞ്ഞത് വെച്ച് തടവ് പുള്ളി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചാലും പോസ്റ്റ്മോർട്ടം ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി ജയിലിൽ കൊണ്ടുപോയിട്ടേ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കൂ. ശിവദാസന്റെ ബോഡി ഏറ്റുവാങ്ങാൻ ഏത് ബന്ധുവാണ് വരുന്നതെന്ന് നോക്കണം. ഒരു കാര്യോട് കുഞ്ഞോളെ, ശിവദാസന്റെ സംസ്കാര ചടങ്ങിന് ഒരു 10 പൈസയുടെ ചെലവ് വേണ്ടി വരില്ല. തമ്പുരാനെയും തമ്പുരാട്ടിയെയും കത്തിച്ചു വന്ന ശിവദാസന്റെ ശവത്തിന് അവിടുത്തെ നാട്ടുകാർ തീ കൊളുത്തിക്കോളൂ. ഇനി ബന്ധുക്കളെന്നും പറഞ്ഞ് അവിടെ കയറി ചെന്നാൽ അവരെ പച്ചയ്ക്ക് കൊളുത്തും ആ നാട്ടുകാര്. ഭദ്രേട്ടാ, ചാവുന്നതിന് മുൻപ് എനിക്ക് ശിവദാസനെ ഒന്ന് കാണണം. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നടക്കട്ടെ. എങ്ങോട്ടാ ഈ രാത്രിയിൽ യാത്ര? എനിക്കൊരു സ്ഥലം വരെ ഒന്ന് അത്യാവശ്യമായിട്ട് പോണം. അല്ല, അത് മനസ്സിലായി. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അത് എങ്ങോട്ടാന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാ. വന്നിട്ട് പറയാം. വരാൻ വൈകിയാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാ അന്വേഷിച്ച് വരാമെന്ന് കരുതി ചോദിച്ചാണ് ഈ ചോദ്യം. അന്വേഷിച്ചു വരാനുള്ള ഇട ഉണ്ടാവില്ല. തൽക്കാലം ആ ഒരു വാക്ക് പോരെ? മതി. എന്റെ ചോദ്യം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. രാത്രി യാത്ര നല്ലതിനല്ലാന്നൊരു ചൊല്ലുണ്ട്. ഇരുട്ടിൽ പെട്ടുപോയാൽ പിന്നെ എളുപ്പത്തിൽ തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ഇതെന്താ കാളവണ്ടിയോ? രാത്രിയാണ്, പതുക്കെ പോകാൻ പറ്റൂ. പോരാത്തതിന് രാത്രി എനിക്ക് കണ്ണും കാണാൻ പറ്റില്ല. അയ്യോ, പിന്നെ കണ്ണിൽ വെളിച്ചടിക്കുമ്പോ കണ്ണ് ഫ്യൂസ് ആവും. പിന്നെ എവിടെയെങ്കിലൊക്കെ കൊണ്ട് ഇടിക്കും ഞാൻ. അയ്യോ, ഇതാ വീണ്ടും അയ്യോ. രാത്രി യാത്ര ചെയ്യുമ്പോ പ്രത്യേകിച്ചും ഡ്രൈവ് ഞാൻ ഉറങ്ങിപ്പോവും. ഉറങ്ങുവോ? ഉറങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് തോണ്ടിക്കൊണ്ടിരിക്കണം.
പിന്നെ ചിലക്കാതെ നല്ല വർത്തമാനം പറയണം. അതിനൊക്കെ തന്നെ കൊണ്ട് പറ്റുമോ? ഇല്ലെങ്കിൽ ഇങ്ങനെ പതുക്കൊക്കെ പോകാനേ പറ്റൂ. സ്പീഡിൽ പോകണമെന്ന് നിർബന്ധമാണെങ്കിലേ താൻ ഇവിടെ ഇറങ്ങി ഓടിപ്പോക്കോ. ഇതിനേക്കാൾ നല്ലത് അതായിരുന്നു. അപ്പൊ താൻ ഓടിപ്പോകാനിരിക്കുകയായിരുന്നല്ലേ? ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. അമ്മ ഇരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇതിന് മറുപടി തന്നേനെ. ഞാനും. ഒരു ആശുപത്രിയിൽ പോകുന്ന സമയത്തെങ്കിലും തന്റെ നാവൊന്ന് അടക്കി വെച്ചൂടെ? ആ കുഞ്ഞോളെ, നിനക്ക് ചില കാര്യങ്ങൾക്ക് എന്നെക്കാൾ കരമുള്ള മനസ്സാ. അതെന്താ ഭദ്രേട്ടനിപ്പോ അങ്ങനെ തോന്നാൻ? ചാവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളവന്റെ കണ്ണിൽ നോക്കിയിരിക്കാനുള്ള കുഞ്ഞോളുടെ ചങ്കൂറ്റമേ സമ്മതിക്കണം. ഈ പറയുന്ന എനിക്ക് ഞാൻ സാധിക്കും തോന്നുന്നില്ല. അച്ഛാ, അച്ഛനും അമ്മായി ഇതെങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളൊന്ന് പുറത്തു പോവുക മോളെ. എങ്കിൽ ഞങ്ങളും വരുന്നു. അനസൂയെ, എന്റെ മഫ്ലറും കൂടി എടുത്തോ. തണുപ്പടിച്ച ആകെ പ്രശ്നമാ. രമേശിയായിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് എത്ര നാളായി. ഭദ്രേട്ടാ, ഇതിനെ ഒന്ന് ഒഴിവാക്കി വിട്. അതിനൊന്നും കുഞ്ഞോട് പേടിക്കണ്ട. അല്ലെങ്കിലും അമ്മയ്ക്ക് തണുപ്പടിച്ചാ പിന്നെ ആകെ സീന. അമ്മയെ മോളൊന്ന് കേൾക്കാൻ വേണ്ടി പറയാ. ഞങ്ങള് പോകുന്നതേ ഊട്ടിയിലും കൊടൈക്കനാലിലും സുവാസത്തിനും അല്ല. അത്യാവശ്യമായിട്ട് വേറൊരു കാര്യത്തിന് പുറത്തേക്ക് പോവാ. രണ്ടാളും കൂടെ നിന്നാ മതി, ഞങ്ങൾ ഇപ്പൊ വരും. കേറിപ്പോടിയകത്ത്. വാ മോളെ. ഹലോ, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അവിടെ എല്ലാം ഓക്കെ ആണെന്ന്, നമ്മൾ ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്താ കുഞ്ഞോളെ? കുഞ്ഞോളെ, ഇന്ന് നമ്മുടെ നെഞ്ചിലെ ടെൻഷൻ എല്ലാം മാറും. വാ.